എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 31 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഭൂമി, സമുദ്രം, ആകാശം ഇവയെക്കുറിച്ചുള്ള സൃഷ്ടികളെല്ലാം പൂർത്തിയായതിനു ശേഷം മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ചുള്ള ചുരുക്കം ചില വാചകങ്ങൾ. എന്നാൽ ആ ചുരുക്കം വാചകങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വലിയ സത്യങ്ങളെക്കുറിച്ച് നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. 26-ാമത്തെ വചനത്തിൽ ദൈവം അരുളി ചെയ്യുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. 27-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് മനോഹരമായ ഒരു പ്രസ്താവനയാണ്. നാം ആരും യാദർച്ഛികമായി ഈ ഭൂമിയിൽ വന്നു വീണവരല്ല. മൃഗങ്ങൾ പരിണമിച്ച് മനുഷ്യനായി തീർന്ന പരിണാമച്ചങ്ങലയുടെ ഒരു കണ്ണിയല്ല മനുഷ്യൻ. സ്വർഗത്തിലെ ദൈവം മനോഹരമായി രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. ഇവിടെ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു സത്യം, മറ്റു മൃഗജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ വ്യത്യാസം എന്താണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണിത് എന്നെനിക്കറിയാം. കാരണം ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ ആകൃതിയാണ് ദൈവത്തിന് എന്ന ഒരു ധാരണ, എന്നൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് അനേക സ്ഥലങ്ങളിൽ പറയുന്നൊരു യാഥാർത്ഥ്യമാണ്, ദൈവം ആത്മാവാകുന്നു, ദൈവം അദൃശ്യനാകുന്നു, ദൈവത്തിന് രൂപമില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആ ഒരു വെളിപ്പാടുകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ അദൃശ്യനായ ദൈവം, രൂപമില്ലാത്തവനായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇവിടെയാണ് ദൈവത്വത്തിലെ പ്രത്യേകതകൾ, ദൈവത്വത്തിലെ പല പ്രത്യേകതകളും ദൈവം മനുഷ്യന് നൽകി സൃഷ്ടിച്ചു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. ദൈവം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയായ ദൈവം മനുഷ്യനെ വ്യക്തിത്വമുള്ളവനായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ബുദ്ധി കാണാം, വിശേഷമായ ബുദ്ധി, രൂപകൽപ്പന ചെയ്യുവാനും സൃഷ്ടിക്കുവാനുമൊക്കെയുള്ള ബുദ്ധി. 2 വികാരങ്ങൾ കാണാം, സ്നേഹവും കരുണയും ദയയും ചിലപ്പോഴൊക്കെ ക്രോധവുമൊക്കെ നമുക്കവിടെ കാണാം. 3 തീരുമാനശേഷിയാണ്, ഇച്ഛാശക്തിയാണ്, തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് മൃഗജാലങ്ങൾക്ക് നൽകാത്ത ഈ പ്രത്യേകതകൾ എല്ലാം മനുഷ്യന് ദൈവം നൽകി. അതുമാത്രമല്ല, ദൈവത്തിന് ആത്മാവുണ്ട്, അല്ലെങ്കിൽ ദൈവം ആത്മാവാകുന്നു എന്ന് വചനം പറയുകയാണ്. ആ ആത്മാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനും അനശ്വരമായ ഒരു ആത്മാവിനെ അവനിലേക്ക് സന്നിവേശിപ്പിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ്. മനുഷ്യനെ ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. മറ്റ് മൃഗജാലങ്ങൾക്കൊന്നും അത്തരത്തിൽ ഉള്ളതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. മറ്റ് മൃഗങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അവരുടെ ബുദ്ധി നൈസർഗിക വാസനകൾക്കപ്പുറത്തേക്ക് പോകാറില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാക്ക കൂടുണ്ടാക്കിയ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും കാക്കകൾ കൂടുണ്ടാക്കുന്നത്. എന്നാൽ മനുഷ്യനെ നോക്കാം, മനുഷ്യൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ജീവിതവും ഇന്ന് ജീവിക്കുന്ന ജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യന് ദൈവം നൽകിയ വിശേഷ ബുദ്ധിയാണ്, അതിൻ്റെ ഫലമായിട്ടുള്ള സർഗാത്മകതയാണ്, സൃഷ്ടിപരതയാണ്, മനുഷ്യൻ്റെ ഭാവന ചെയ്യുവാനും ആ ഭാവനയിൽ കാണുന്നത് നിർമ്മിക്കുവാനുമുള്ള മനുഷ്യൻ്റെ കഴിവാണ്. ഇതെല്ലാം ദൈവ സാദൃശ്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ അവബോധം, ഞാൻ എന്ന ബോധം, അത് ദൈവം മനുഷ്യന് നൽകി. വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെക്കുറിച്ച് കണക്കാക്കാം. ഞാനെന്ന് പറയാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ബോധം ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ വളരെ വിശേഷമായ രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്.
ദൈവത്തിൻ്റെ തേജസ്സും മനുഷ്യന് ദൈവം നൽകിയിരുന്നു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്നത് സത്യമാണ്. ആദാം പാപം ചെയ്തപ്പോൾ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ മനുഷ്യനൊരു വലിയ വീഴ്ച സംഭവിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം മനുഷ്യനിൽ വെച്ചിരുന്ന ഈ കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുവാനായിട്ട് മനുഷ്യൻ കഴിയാത്തവനായി തീർന്നു. അതിനെല്ലാം ജീർണത ബാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ വചനത്തിൽ കാണുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയും വികാരങ്ങളും തീരുമാനശേഷിയും എല്ലാം മലിനമായി തീർന്നു. പാപത്തിൻ്റെ കറ പുരണ്ട് മലിനമായി തീർന്നു എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യനിലെ മങ്ങിപ്പോയ ദൈവസാദൃശ്യം, ആ ദൈവസാദൃശ്യം തിരിച്ച് എടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. മനുഷ്യനിലെ നഷ്ടപ്പെട്ട ദൈവ തേജസ് പുനഃസ്ഥാപിക്കുവാൻ ക്രിസ്തു അതിന് കാരണമായ പാപത്തെ പരിഹരിക്കുവാനായി ലോകത്തിലേക്ക് വന്നു. രണ്ടാമത് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന പ്രസ്താവനയാണ്. മനുഷ്യനെ രണ്ടായി ദൈവം തിരിച്ചു, ആണെന്നും പെണ്ണെന്നും. ഈ രണ്ട് തിരിവുകളെ മനുഷ്യനുള്ളൂ. ഇന്ന് ആധുനിക ലോകം, വളരെ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്ന ലോകം, ആണ് പെണ്ണ് എന്ന രണ്ട് ലിംഗഭേദങ്ങളല്ലാതെ മറ്റു പല ജെൻഡർ ഡെഫിനിഷൻസും നൽകുന്നതായിട്ട് നമുക്ക് കാണാം. LGBTQ+ എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ, ട്രാൻസ്ജെൻഡറിസം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ നമുക്ക് കാണാം. എന്നാൽ അതെല്ലാം മനുഷ്യൻ്റെ വികലമായ മനസ്സിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട് തന്നെയാണ്. ആ വ്യവസ്ഥയെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നത് ഭോഷത്വമാണ്. അതിനെ മാറ്റുന്നത് കൊണ്ട് സമൂഹത്തിന് ദോഷങ്ങളല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടിയെയാണ് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ തോന്നലുകളെയൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ വരുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അനുഗ്രഹകരമായ ഒരു ജീവിതത്തിന് നല്ലത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഈ വേദഭാഗത്തു നിന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നമ്മെ ദൈവം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നത്. രണ്ട്, മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന യാഥാർത്ഥ്യം. ഈ രണ്ട് ചിന്തകളാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം.